ഹലോ, ഒരു ചിക്കൻ സ്റ്റഫ്ഡ് പൊറോട്ടൻ്റെ റെസിപ്പി ആയാലോ? അതിന് നമ്മൾ ഫസ്റ്റ് ചിക്കൻ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാനിൽ ഓയിൽ ഒഴിക്കുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക, ഗ്രീൻ ചില്ലി. അങ്ങനെ അതും നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് ഒനിയൻ ആഡ് ചെയ്ത് നമ്മൾ ആ ഒനിയൻ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ഫില്ലിങ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയിലോട്ട് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഓൾറെഡി ഇതിനൊരു ഹാഫ് കുക്ക് ആയാൽ മതി. നമുക്ക് ക്രിസ്പി ആയിട്ടാണ് ഈ ഒനിയൻ്റെ ഇത് വേണ്ടതെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് നിർത്താം. ഇനി നല്ലോണം വഴണ്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഉള്ളി ഒന്ന് ചെറുങ്ങനെ വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ബോൺലെസ് ആയിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ട ബേസിക് മസാലാസ് ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇനി ആറാൻ വെക്കണം. നേരത്തെ തന്നെ ഞാൻ പൊറോട്ടക്ക് വേണ്ടിയിട്ടുള്ള ഡോ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും വെള്ളവും മൈദയും മാത്രം വെച്ചിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം, ഏകദേശം 2 മണിക്കൂറോളം വെച്ച്. എത്രത്തോളം നമ്മൾ വെക്കണം അത്രത്തോളം എലാസ്റ്റിസിറ്റി കൂടുതലല്ലേ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ വെച്ചിട്ട് വേണം കേട്ടോ, ആക്കിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ. പിന്നെ അതൊന്ന് പുറത്തെടുത്ത് നമ്മളൊന്ന് കുഴച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും പരത്തിയിട്ട് എത്രത്തോളം വലുതാക്കി പരത്താൻ കഴിയുമോ അത്രത്തോളം വലുതാക്കി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാനിപ്പം ചെയ്യുന്നത് ഇത് നല്ല വലുതാക്കിയിട്ട് പരത്തിയെടുക്കാനാണ് പോണത്. അങ്ങനെ നല്ല വലുതാക്കി നമ്മൾ പരത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ലിങ്കിലേക്ക് ഞാനിപ്പോഴാണ് കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്യണം. കാരണം ഇനി ഒന്നുകൂടി കുക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ കുക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കളയേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചൂട് മാറി കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ മാക്സിമം പരത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഫില്ലിങ് ഇതിൻ്റെ മുകളിലോട്ട് നല്ല ലെവലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം എല്ലാ ഏരിയയിലോട്ടും എത്തുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലായിടത്തേക്കും ഈ ഫില്ലിങ് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി തിക്കായി ഫില്ലിങ് വേണമെങ്കിൽ അത്രത്തോളം ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. താഴെ നല്ലോണം പിടിച്ചിട്ട് റോൾ ചെയ്ത് മുകളിൽ വരെ അത് നല്ലോണം റോൾ ചെയ്ത് കൊടുക്കണം. റോളായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ ലെയറുകൾ വരികയാണെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 എടുക്കുന്നുണ്ട്. കൂടുതൽ ലെയറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റൊന്ന് എടുത്താൽ മതി. ഇനി ഈ 2 ഒരുമിച്ച് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊറാട്ടക്കൊക്കെ റോൾ ചെയ്തെടുക്കൂലേ, അങ്ങനെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കണം. എന്നിട്ടത് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അങ്ങനെ തന്നെ എല്ലാം കട്ട് ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. എനിക്കിവിടെ എല്ലാം ഡിഫറെൻറ്റ് സൈസാണ് കിട്ടിയത്. കാരണം നടുവിൽ കുറേ റോളും സൈഡിലേക്ക് വന്നപ്പം അതിൻ്റെ സൈസും കുറഞ്ഞല്ലേ, അതുകൊണ്ടായിരുന്നു കേട്ടോ. എല്ലാം റോളായി കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുക, നമ്മൾ കൈയും കൊണ്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ വലിപ്പം വട്ടാക്കിയെടുക്കുക. കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഇത് ചെയ്യാൻ കഴിയും. അങ്ങനെ അത്യാവശ്യം ഒരു സൈസിന് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഞാൻ ഇത്രയും ഇത് കൈയും കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടാട്ടോ ഇങ്ങനെ പരത്തിയെടുത്തത്. ഇനി നമുക്കത് നോർമൽ പൊറോട്ട ഇതാക്കണ പോലെ ചുട്ടെടുക്കുക. ഓയിലും യൂസ് ചെയ്യുക, ഓയിൽ യൂസ് ചെയ്യാണ്ട് നമുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ അത് ഞാൻ ചുട്ടെടുത്ത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണിത്. സ്റ്റഫ്ഡ് പൊറോട്ട വിത്തൗട്ട് കറി നമുക്ക് കഴിക്കാം.